നമസ്കാരം. ടാൻഡം പി എസ് സിയുടെ മറ്റൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്കറിയാം, സെക്രട്ടറി അസിസ്റ്റന്റ് എക്സാമിൻ്റെ സിലബസ് പി എസ് സി ഔട്ട് ചെയ്തിരിക്കുകയാണ് അല്ലേ. അപ്പോൾ പുതിയ സിലബസ് പ്രകാരമുള്ള ആദ്യത്തെ ക്ലാസ്സാണിത്. അതിൽ മൊഡ്യൂൾ 5 കേരള മോഡൽ എക്കോണമി ആൻഡ് ഡെവലപ്മെന്റ് എന്ന് പറയുന്ന ഭാഗത്ത് മൊഡ്യൂൾ 5, 6 വരുന്നുണ്ട്. അതിൽ മൊഡ്യൂൾ 5 കേരള എക്കോണമി എന്ന് പറയുന്ന ഭാഗത്ത് ടാക്സ് ആൻഡ് നോൺ ടാക്സ് റവന്യൂ എന്ന് പറയുന്ന ഒരു ടോപ്പിക് ഉണ്ട്. ടാക്സ് ആൻഡ് നോൺ ടാക്സ് റവന്യൂ നമ്മുടെ ഈ ഒരു ടോപ്പിക്കിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ഈ ടാക്സ് ആൻഡ് നോൺ ടാക്സ് റവന്യൂ എന്ന് പറയുന്നത്. കാരണം നമുക്കറിയാം, സർക്കാരിന്റെ ഏത് പദ്ധതികളും നടപ്പിലാക്കണമെങ്കിൽ ആദ്യം വേണ്ടത് അതിന് വേണ്ട ഫണ്ടാണ് അല്ലെ. ഏതൊരു പ്രവർത്തനം നടത്തണമെങ്കിലും ഇനിയിപ്പോൾ ഈവൻ നിങ്ങൾക്ക് ശമ്പളം തരണമെങ്കിൽ പോലും ഗവൺമെന്റിന് എന്ത് വേണം? ഫണ്ട് വേണം, വരുമാനം വേണം. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ വരുമാനവുമായിട്ട് ബന്ധപ്പെട്ട ടോപ്പിക് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതുകൊണ്ടാണ് ആദ്യം ഈ ഒരു ടോപ്പിക്ക് തന്നെ ഞാൻ സെലക്ട് ചെയ്തിട്ടുള്ളത്. പ്രത്യേകിച്ച് അതൊരു ആഴത്തിൽ അപ്ലിക്കേഷൻ ലെവലിൽ പഠിക്കേണ്ട, നമ്മൾ LSTSന്റെ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ ഡിസ്കസ് ചെയ്ത ആളുകളാണെങ്കിൽ, അല്ലെങ്കിൽ അതൊക്കെ ഒന്ന് നോക്കിയിട്ടുള്ള ആളുകളാണെങ്കിൽ മനസ്സിലാവും, ഈ ഒരു സ്പെഷ്യൽ ടോപ്പിക്കിന്റെ ഭാഗത്ത് നിന്ന് അപ്ലിക്കേഷൻ ലെവലിലാണ് കൂടുതൽ ചോദ്യം ചോദിക്കുന്നത്. ഈ പോസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആളുകൾക്ക് കൂടുതൽ പറഞ്ഞു തരാൻ പറ്റുന്ന ആ രീതിയിലുള്ള ചോദ്യങ്ങളാണ് LSTSന്റെ പേപ്പർ 2-ൽ 50% ഉണ്ടായിരുന്നത് എന്നുള്ളത് നമുക്കറിയാവുന്നൊരു സംഗതിയാണ്. അപ്പൊ നമുക്ക് ടാക്സ് റവന്യൂ ആൻഡ് നോൺ ടാക്സ് റവന്യൂ എന്താണെന്നാണ് നോക്കേണ്ടത്. അതിനു മുമ്പ് എന്താണ് റവന്യൂ എന്ന് നോക്കാം. ഒരു ഗവൺമെന്റിന്റെ റവന്യൂ എന്താണ് എന്നാണ് നമ്മൾ ആദ്യം നോക്കേണ്ടത്. എന്താണ് റവന്യൂ എന്ന് പറഞ്ഞാൽ, റവന്യൂ റെസീപ്റ്റ്സ് ദാറ്റ് ഡോണ്ട് ക്രിയേറ്റ് ലയബിലിറ്റീസ് ഓർ ലീഡ് ടു ക്ലെയിംസ് ഓൺ ദ ഗവൺമെന്റ്. അപ്പോൾ എന്താ പറഞ്ഞത്? റവന്യൂ റെസീറ്റ് എന്താണെന്നാണ് പറയുന്നത്. റവന്യൂ റെസീറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ റെസീറ്റുകൾ ഒരു ബാധ്യത ഉണ്ടാക്കാത്ത, ഗവൺമെന്റിന് ബാധ്യത ഉണ്ടാക്കാത്ത, മറ്റ് ക്ലെയിമുകളിലേക്കൊന്നും പോവാത്ത റെസീറ്റ് എന്നതാണ് പറയുന്നത്. അങ്ങനെ പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവില്ല എന്താണ് ഈ ബാധ്യത ഉണ്ടാക്കാത്ത അല്ലെങ്കിൽ ക്ലെയിമുകളിലേക്ക് പോവാത്ത എന്നുള്ളത്. ഞാനൊരു ചെറിയൊരു ഉദാഹരണം പറയാം, അപ്പോൾ നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാവും. ഇപ്പൊ ഉദാഹരണമായിട്ട് നിങ്ങളൊരു സർക്കാരിന്റെ ഒരു എന്തെങ്കിലും ഒരു സേവനങ്ങൾ അല്ലെങ്കിൽ ഒരു ഗവൺമെന്റിന്റെ അണ്ടറിലുള്ള ഒരു എന്തെങ്കിലും ഒരു ഹോളുണ്ട്. അപ്പൊ ഈ ഒരു ഹോള് നിങ്ങളുടെ എന്തെങ്കിലും ഒരു പരിപാടിക്ക് വേണ്ടി റെന്റിന് എടുക്കുകയാണ്. സ്വാഭാവികമായിട്ടും ആ ഒരു ഹോളിൽ ഒരുപാട് ഫർണിച്ചറുകളുണ്ട്, ഒരുപാട് സാധനങ്ങളുണ്ട്. ഗവൺമെന്റ് നിങ്ങൾക്ക് ഇത് ഒരു ദിവസത്തിന് വേണ്ടി വിട്ടു തരികയാണ്. അവിടെ നിങ്ങൾക്ക് കേടുപാടുകൾ സംഭവിച്ചേക്കാം, ഈ ഫർണിച്ചറിന് കേടുപാടുകൾ സംഭവിച്ചേക്കാം, അതുപോലെയുള്ള നാശനഷ്ടങ്ങളൊക്കെ അവിടെ വന്നേക്കാം. അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് അത് നിങ്ങളുടെ കയ്യിൽ നിന്ന് തിരിച്ചു പിടിക്കാൻ വേണ്ടി ഈ ഹാൾ അനുവദിക്കുന്ന സമയത്ത് നിങ്ങളോട് എന്ത് ചെയ്യും? 2 രീതിയിൽ നിങ്ങളോട് പേയ്മെന്റ് വാങ്ങും. ഒന്ന്, ഈ ഹാളിന്റെ റെന്റ് വാങ്ങും, അതോടൊപ്പം ഒരു സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് വാങ്ങും. അതൊരു ഗവൺമെന്റ് ഹാളിന്റെ കാര്യത്തിൽ മാത്രമല്ല, നമുക്കറിയാം, നമ്മളൊരു പോയിട്ട് ഒരു ടൂർ പോയിട്ട് ഒരു റൂം എടുക്കുകയാണെങ്കിൽ ചില ലോഡ്ജുകൾ ഒരു എമൗണ്ട് അധികം വാങ്ങി വെക്കും. നമ്മൾ എന്തെങ്കിലും കേടുപാട് വരുത്തി കഴിഞ്ഞാൽ തിരിച്ചു പിടിക്കാൻ വേണ്ടി ഒരു അഡ്വാൻസ് അല്ലെങ്കിൽ സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു എമൗണ്ട് വാങ്ങി വെക്കും അല്ലേ. അതേപോലെ ഗവൺമെന്റ് സംവിധാനങ്ങളിലും ഇതുപോലെ സെക്യൂരിറ്റി ഡെപ്പോസിറ്റുകൾ വാങ്ങി വെക്കാറുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു, നമ്മൾ 2 രീതിയിലാണ് നമ്മളവിടെ ക്യാഷ് വാങ്ങുന്നത്. ഒന്ന്, ഈ ഹോളിന്റെ റെന്റ് വാങ്ങും, അതോടൊപ്പം ഒരു സെക്യൂരിറ്റി ഡെപ്പോസിറ്റും വാങ്ങും. ഈ റെന്റ് നമ്മൾ പരിപാടി കഴിഞ്ഞ് തിരിച്ചു പോകുമ്പോൾ നമുക്ക് തിരിച്ചു തരുമോ? ഇല്ല, അത് ഗവൺമെന്റ് എടുക്കും. എന്നാൽ ഈ സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് നമ്മൾ ഓക്കെയാണ്, പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കിയിട്ടില്ല, അവിടെ നഷ്ടങ്ങളൊന്നും വരുത്തിയിട്ടില്ല എങ്കിൽ ഈ ഡെപ്പോസിറ്റ് നമുക്ക് തിരിച്ചു തരും അല്ലേ. അത് ഞാൻ എക്സാമ്പിൾ പറഞ്ഞാണ് ഒരു ഹോളിന്റെ കേസ്. ഏതൊരു കേസിലും അങ്ങനെ തന്നെയാണ്. ആ രീതിയിൽ നമുക്കൊരു ലേബിലിറ്റി ആണിത്. ഈ ഒരു എമൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സർക്കാരിന് ലേബിലിറ്റിയാണ്. നിങ്ങൾ 10,000 രൂപ സെക്യൂരിറ്റി അടച്ചു, സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് അടച്ചു, ഈ 10,000 രൂപ ഗവൺമെന്റ് അവിടെ വാങ്ങി വെച്ചു. പക്ഷേ ഈ 10,000 രൂപ എന്താണ്? ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം അതൊരു വരുമാനമാണോ? ഇത് വരുമാനമായിട്ട് പറയാൻ പറ്റും. ഇതിന്റെ റെന്റ് 5,000 രൂപ നമ്മളോട് വാങ്ങിയിട്ടുണ്ടെന്ന് വിചാരിക്കുക. ആ റെന്റ് എന്താണ്? ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം അതൊരു റവന്യൂ ആണ്. അത് തിരിച്ചു തരേണ്ട ആവശ്യമില്ല, അത് സർക്കാരിന്റെ റവന്യൂ ആണ്. എന്നാൽ ഈ പറയുന്ന 10,000 രൂപ സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് എന്തല്ല? അതൊരു റവന്യൂ അല്ല, അതൊരു ബാധ്യതയാണ്. നിങ്ങളോട് 10,000 വാങ്ങി നിങ്ങൾ ഈ പരിപാടിയൊക്കെ കഴിഞ്ഞ് ഒരു നാശനഷ്ടം ഇല്ലാതെ തിരിച്ചു പോകുമ്പോൾ നിങ്ങൾക്ക് 10,000 തരണം. അപ്പൊ അത് ഗവൺമെന്റിന് ഒരു ബാധ്യതയാണ്. അതൊരു എക്സാമ്പിളാണ്. അതേപോലെ മറ്റു പല കാര്യങ്ങൾക്കും മറ്റുള്ളവർക്ക് കൊടുക്കാനുള്ള എമൗണ്ട് ഉണ്ടാവും. പ്രത്യേകിച്ച് ഇപ്പോൾ ലൈബ്രറി സെസ് എന്ന് പറയുന്ന ഒരു എമൗണ്ട് വാങ്ങാറുണ്ട്. നമ്മൾ കെട്ടിട നികുതി അടക്കുമ്പോൾ, പഞ്ചായത്ത് ഓഫീസിൽ അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റിയിൽ കെട്ടിട നികുതി അടക്കുമ്പോൾ അതിന്റെ കൂടെ ഒരു ലൈബ്രറി സെസ് എന്ന് പറയുന്ന ഒരു എമൗണ്ട് വാങ്ങാറുണ്ട്. ഈ ലൈബ്രറി സെസ് എന്ന എമൗണ്ട് ടാക്സ് സത്യത്തിൽ തദ്ദേശ സ്ഥാപനത്തിന്റെ വരുമാനത്തിൽ പെട്ടതാണ്. എന്നാൽ ലൈബ്രറി സെസ് ഈ സ്ഥാപനത്തിന്റെ ലയബിലിറ്റി ആയിട്ടാണ് വരിക. കാരണം ഇത് ഒരു വർഷത്തിൽ എത്ര ലൈബ്രറി സെസ് വന്നോ അത് ലൈബ്രറി കൗൺസിലിൽ അടക്കാനുള്ളതാണ്.
അത് തദ്ദേശ സ്ഥാപനത്തിന്റെ എന്തെല്ലാം റവന്യൂ അല്ല, അത് നിങ്ങളുടെ റവന്യൂയോട് കൂടി തന്നെയാണ്, ടാക്സിന്റെ കൂടെ തന്നെയാണ് അത് വാങ്ങുന്നതെങ്കിൽ കൂടി അതെന്തല്ല, അത് ഈ തദ്ദേശ സ്ഥാപനത്തിന്റെ റവന്യൂ അല്ല. പകരം അതെന്താണ്, അത് ലൈബ്രറി കൗൺസിലിന് അടക്കാനുള്ള എമൗണ്ട് നിങ്ങളുടെ കയ്യിൽ നിന്ന് വാങ്ങി വെച്ചതാണ്. അതൊരു വർഷം കഴിയുമ്പോൾ എന്ത് ചെയ്യണം, എത്ര എമൗണ്ട് വന്നു അത് ടോട്ടലായിട്ട് ഈ ലൈബ്രറി കൗൺസിലിന് അടക്കണം. അപ്പൊ അതും എന്താണ്, അതൊരു ലയബിലിറ്റിയാണ്, ഒരു ബാധ്യതയാണ്. അതും റവന്യൂ ആയിട്ട് കണക്കാക്കാൻ പറ്റൂല. കാരണം അത് തദ്ദേശ സ്ഥാപനത്തിന്റെ അടുത്ത് ഉപയോഗിക്കാൻ പറ്റുന്ന എമൗണ്ട് ആണോ? അല്ല. ആ എമൗണ്ട് വർഷം തികയുമ്പോൾ ആർക്ക് കൊടുക്കണം? ലൈബ്രറി കൗൺസിലിന് കൊടുക്കണം. അങ്ങനെ ഒരുപാടുണ്ട്. ഇപ്പോൾ പിന്നെ ഒരുപാട് സെസ്സുകളൊക്കെ ഫ്ലഡിന്റെ സമയത്ത് ഒരു സെസ് ഉണ്ടായിരുന്നു. ഈ സെസ്സൊക്കെ ഇതൊക്കെ അടക്കാനുള്ളതാണ്, അവർക്ക് എടുക്കാനുള്ളതല്ല, അവരുടെ വരുമാനമായിട്ട് ഇത് കണക്കാക്കൂല. ഇതൊരു ലയബിലിറ്റിയാണ്, അതായത് ബാധ്യതയാണ്. അപ്പൊ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും എന്താണ് റവന്യൂ, എന്താണ് ലയബിലിറ്റി എന്ന്. അതായത് ഈ റവന്യൂയുടെ കേസിൽ ഈ തദ്ദേശ സ്ഥാപനമാവട്ടെ അല്ലെങ്കിൽ ഒരു വില്ലേജ് ഓഫീസ് ആവട്ടെ, ഏതെങ്കിലും ഒരു സർക്കാർ സ്ഥാപനത്തിലേക്ക് വരുന്ന റവന്യൂ എന്ന് പറയുന്നത് അത് അവർക്ക് വരുമാനമായിട്ട് കിട്ടിയതായിരിക്കും. അതൊരിക്കലും പിന്നെ മറ്റൊരാൾക്ക് തിരിച്ചു കൊടുക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാകൂല. അതിനെയാണ് നമ്മൾ റവന്യൂ എന്ന് പറയാ. എന്നാൽ ലയബിലിറ്റി എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരു സെക്യൂരിറ്റി ആയിട്ടൊക്കെ വാങ്ങി വെക്കുന്ന, തിരിച്ചു കൊടുക്കേണ്ട അല്ലെങ്കിൽ മറ്റ് ഏതെങ്കിലും പിന്നെ ഡിപ്പാർട്ട്മെന്റുകൾക്ക്, ഏജൻസികൾക്ക് അടക്കേണ്ടതായിട്ടുള്ള എമൗണ്ടുകളാണ് ലയബിലിറ്റി എന്ന് പറയുക. ക്ലിയർ ആയിട്ടുണ്ടാവും വിചാരിക്കുന്നു. ടാനപ്പ് PSCയുടെ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് മെയിൻസ് പ്ലസ് പ്രിലിംസ് ബാച്ച് 2 അഡ്മിഷൻ ആരംഭിച്ചിട്ടുണ്ട്. ജനുവരി 15 ബാച്ച് 2 ക്ലാസ്സുകൾ ആരംഭിക്കുന്നത്. വെറും 1999 രൂപ മാത്രമാണ് ഇതിന് ഫീസായിട്ട് ഈടാക്കുന്നത്. ഈ കോഴ്സിൽ നമുക്ക് പ്രിലിംസിൻ്റെയും മെയിൻസിൻ്റെയും ജനറൽ ടോപ്പിക്സ്, അതോടൊപ്പം സ്പെഷ്യൽ ടോപ്പിക് കൂടി ഉൾപ്പെടുത്തിയിട്ടുള്ള ക്ലാസ്സാണ്. കൃത്യമായിട്ട് എല്ലാ ടോപ്പിക്കും കവർ ചെയ്യുന്ന രീതിയിൽ നമ്മൾ ക്ലാസ് എടുക്കും. ഏകദേശം 10 മാസത്തോളം നീണ്ടു നിൽക്കുന്ന ഒരു കോഴ്സാണ്. ന്യൂ ഇയർ ഓഫറായിട്ട് ജനുവരി 7 വരെ ജോയിൻ ചെയ്യുന്ന ആളുകൾക്ക് കോഴ്സ് ഫീൽ 10% ഡിസ്കൗണ്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ താല്പര്യമുള്ള ആളുകൾ ഇന്ന് തന്നെ ജോയിൻ ചെയ്യുക. ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ഇതിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ 9544166690 7034327690 ഇതിലേതെങ്കിലും ഒരു നമ്പറിൽ കോൾ ചെയ്യുകയോ വാട്സപ്പ് ചെയ്യുകയോ ചെയ്താൽ മതി. കോൾ ചെയ്താൽ ചിലപ്പോൾ കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ വാട്സപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി. 1 മണിക്കൂറിനുള്ളിൽ തന്നെ റീപ്ലൈ തരുന്നതാണ്. ഒരു റവന്യൂ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും. ഇനി റവന്യൂ രണ്ടായിട്ട് നമുക്ക് വേർതിരിക്കാം. അതാണ് ടാക്സ് റവന്യൂ, നോൺ ടാക്സ് റവന്യൂ എന്ന് പറയും. അതായത് നികുതി വരുമാനം, നികുതിയേതര വരുമാനം. അപ്പൊ വരുമാനം എന്താണെന്ന് നമ്മൾ പറഞ്ഞു. ഇനി വരുമാനത്തെ എന്ത് ചെയ്യാം, നമുക്ക് രണ്ടായിട്ട് തിരിക്കാം. നികുതി വരുമാനമെന്നും നികുതിയേതര വരുമാനമെന്നും, ടാക്സ് റവന്യൂ എന്നും നോൺ ടാക്സ് റവന്യൂ എന്നും രണ്ടായിട്ട് തിരിക്കാം. അപ്പൊ എന്താണ് ഇനി ടാക്സ് റവന്യൂ എന്ന് നോക്കാം. ടാക്സ് റവന്യൂ ഇസ് ദ ഇൻകം ദ ഗവൺമെന്റ് റിസീവ്സ് ഫ്രം മാൻഡേറ്ററി ടാക്സസ് ഓൺ ഇൻഡിവിജ്വൽസ്, ബിസിനസ് ആൻഡ് അതർ എൻറ്റിറ്റീസ്. അപ്പൊ എന്താണ് ടാക്സ് റവന്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്നുകിൽ വ്യക്തികൾ അല്ലെങ്കിൽ കച്ചവട സ്ഥാപനങ്ങൾ അല്ലെങ്കിൽ അതുപോലെയുള്ള എൻറ്റിറ്റികളിൽ നിന്നും, ഒരു വിദ്യാഭ്യാസ സ്ഥാപനം എന്താന്ന് വെച്ചാൽ അതുപോലെയുള്ള എൻറ്റിറ്റികളിൽ നിന്നും ഗവൺമെന്റ് നിർബന്ധിതമായിട്ട് കളക്ട് ചെയ്യുന്ന, ഈടാക്കുന്ന നികുതികളാണ് ഈ ടാക്സ് റവന്യൂ എന്ന് പറയാം. അവിടെ നിന്ന് നിർബന്ധിതമായിട്ട് വാങ്ങുന്ന വരുമാനങ്ങൾ, ആ രീതിയിൽ വാങ്ങുന്ന വരുമാനങ്ങളെയാണ് നിർബന്ധിത നികുതി എന്ന് പറയാം. ദ നോൺ ടാക്സ് റവന്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നോൺ ടാക്സ് റവന്യൂ ഇസ് ദ ഇൻകം ദ ഗവൺമെന്റ് റിസീവ്സ് ഫ്രം അതർ സോഴ്സസ് സച്ച് ആസ് ഫീസ്, ചാർജസ്, ഫൈൻസ്, പെനാൽറ്റീസ് ആൻഡ് ഇൻകം ഫ്രം ഗവൺമെന്റ് സർവീസസ് ഓർ അസറ്റ്സ്. അതായത് ഈ ടാക്സ് അല്ലാതെ മറ്റു സോഴ്സുകളിൽ നിന്ന് സർക്കാരിന് ലഭിക്കുന്ന വരുമാനം, അത് പിന്നെ ഫീസുകളായിട്ട് അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ചാർജായിട്ട്, ഫൈനായിട്ട്, പെനാൽറ്റി ആയിട്ട് അല്ലെങ്കിൽ മറ്റു ഏതെങ്കിലും സർക്കാർ സേവനങ്ങളിൽ നിന്ന് കിട്ടുന്ന വരുമാനമായിട്ട്, സർവീസ് ചാർജ് ഒക്കെ ആയിട്ട് ലഭിക്കുന്നതാണ് നോൺ ടാക്സ് റവന്യൂ എന്ന് പറയുന്നത്. ഞാനിതൊരു എക്സാമ്പിൾ പറയാം, അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ കൃത്യമായിട്ട് മനസ്സിലാവും എങ്ങനെയാണ് ഈ ടാക്സ് റവന്യൂ, ഏതാണ് ഈ നോൺ ടാക്സ് റവന്യൂ എന്ന്. ഒരു എക്സാമ്പിൾ പറയാം. നിങ്ങളൊരു വില്ലേജ് ഓഫീസിൽ പോകുന്നു, നിങ്ങൾക്കൊരു വരുമാന സർട്ടിഫിക്കറ്റ് കിട്ടണം. വരുമാന സർട്ടിഫിക്കറ്റ് കിട്ടുന്ന വില്ലേജ് ഓഫീസിൽ നിന്നാണെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ. അപ്പോൾ ഈ വരുമാന സർട്ടിഫിക്കറ്റിന് വേണ്ടി നിങ്ങൾ അപേക്ഷിക്കുമ്പോൾ ഈ വരുമാന സർട്ടിഫിക്കറ്റിന് ഒരു ഫീസ് ഉണ്ടാകും. 25 രൂപയാണെന്നാണ് എൻ്റെ ഓർമ്മ. ഇപ്പോൾ ആ 25 രൂപ നിങ്ങൾ ഫീസ് അടക്കും. ഫീസ് അടച്ചിട്ട് വരുമാന സർട്ടിഫിക്കറ്റിന് അപേക്ഷിച്ചു. നിങ്ങളുടെ അപേക്ഷ പരിശോധിച്ചിട്ട് വില്ലേജ് ഓഫീസർ പറഞ്ഞു, ഇത് പോരാ, നിങ്ങൾ ഈ വർഷത്തെ ഭൂനികുതി അടച്ചിട്ടില്ല, ലാൻഡ് ടാക്സ് അടച്ചിട്ടില്ല, അതുകൂടി അടച്ചാലേ നിങ്ങൾക്ക് ഈ സർട്ടിഫിക്കറ്റ് തരാൻ പറ്റൂ എന്ന് പറഞ്ഞു. നോക്കുമ്പോൾ ഒരു 50 രൂപ ലാൻഡ് ടാക്സ് ഉണ്ട്. ആ ലാൻഡ് ടാക്സ് നിങ്ങൾ അടച്ചു. അപ്പൊ നിങ്ങൾ 2 എമൗണ്ടാണ് അടച്ചത്. ഒരു 25 രൂപ ആദ്യം അടച്ചു, അതെന്താണ്? ഇൻകം സർട്ടിഫിക്കറ്റിനുള്ള ഫീസാണ്. രണ്ടാമത് നിങ്ങൾ അടച്ചത് ലാൻഡ് ടാക്സ് ആണ്. ഈ ലാൻഡ് ടാക്സ് 50 രൂപ, എക്സാമ്പിൾ 50 രൂപയാണെന്ന് വിചാരിക്കുക. ഇപ്പൊ നിങ്ങൾ 75 രൂപ മൊത്തം സർക്കാരിലേക്ക് അടച്ചു, അല്ലെങ്കിൽ വില്ലേജ് ഓഫീസിൽ അടച്ചു.
ഇതിൽ ആദ്യം അടച്ച 25 രൂപ എന്താണ്? അത് സർട്ടിഫിക്കറ്റ് ഫീസ് ആണ് അല്ലെ. അത് ടാക്സിന്റെ ഗണത്തിലല്ല വരിക, അത് നോൺ ടാക്സ് ആണ്, അതായത് സർട്ടിഫിക്കറ്റ് ഫീസ് ആണ്. എന്നാൽ രണ്ടാമതായിട്ട് നിങ്ങൾ അടച്ച ഈ ലാൻഡ് ടാക്സ് അഥവാ ഭൂനികുതി എന്താണ്? അത് ടാക്സ് റവന്യൂ ആണ്. ഇത് രണ്ടും നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഇത് റവന്യൂ ആണ്, വരുമാനമാണ്. ഇത് ലാബിലിറ്റി ഒന്നുമല്ല, തിരിച്ചു തരേണ്ട സാധനമൊന്നുമല്ല. പക്ഷെ രണ്ടും വരുമാനമാണെങ്കിൽ കൂടി ഒന്ന് ടാക്സ് റവന്യൂ എന്ന ഗണത്തിലാണ് വരിക, മറ്റൊന്ന് നോൺ ടാക്സ് റവന്യൂ എന്ന ഗണത്തിലാണ് വരിക. അപ്പോൾ ക്ലിയർ ആയിട്ടുണ്ടാവും വിചാരിക്കുന്നു. അല്ലെങ്കിൽ നമ്മളൊരു പഞ്ചായത്ത് ഓഫീസിൽ പോവുകയാണെങ്കിലും അവിടെ നിങ്ങൾ പോയത് വിവാഹം രജിസ്റ്റർ ചെയ്യാനാണെന്ന് വിചാരിക്കുക. പഞ്ചായത്ത് ഓഫീസ് അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റി ഏതെങ്കിലും ഒരു തദ്ദേശ സ്ഥാപനത്തിൽ നിങ്ങൾ ഒരു വിവാഹം രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി പോയി. വിവാഹം രജിസ്റ്റർ ചെയ്യുമ്പോൾ അവിടെ 120 രൂപയാണ് നോർമൽ കേസിൽ ഒരു വിവാഹം രജിസ്റ്റർ ചെയ്യാനുള്ള ഫീസ്. ഒരു മാരേജ് രജിസ്ട്രേഷന് 120 രൂപയാണ് ഫീസ് വരിക. 45 ദിവസമാണ് നോർമൽ പീരീഡ് എന്ന് പറയുന്നത് വിവാഹം രജിസ്റ്റർ ചെയ്യാനുള്ള. ഈ 45 ദിവസത്തിനുള്ളിലാണ് നിങ്ങൾ വിവാഹം രജിസ്റ്റർ ചെയ്യുന്നതെങ്കിൽ അതിന് 120 രൂപയാണ് ഫീസ് വരിക. 100 രൂപ രജിസ്ട്രേഷൻ ഫീസ് വരും, 20 രൂപ സർട്ടിഫിക്കറ്റ് ഫീസ് വരും. ഇത് രണ്ടും എന്താണ്? നോൺ ടാക്സ് റവന്യൂ ആണ്. ഒന്ന് രജിസ്ട്രേഷൻ ഫീസാണ്, മറ്റൊന്ന് സർട്ടിഫിക്കറ്റ് ഫീസാണ്. അത് രണ്ടും എന്താണ്? നോൺ ടാക്സ് റവന്യൂ ആണ്. പക്ഷെ ഇത് അടക്കുന്ന സമയത്ത് നിങ്ങൾ ഇതിനു വേണ്ടി വിവാഹം രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി പോയ സമയത്ത് അവിടെ ഫ്രണ്ട് ഓഫീസിൽ ഇരിക്കുന്ന സ്റ്റാഫ് നോക്കിയിട്ട് പറയാണ് നിങ്ങളുടെ വീടിന്റെ നികുതി അടച്ചിട്ടില്ല, അതുകൂടി ഒന്ന് അടക്കണം എന്ന് പറയും. അപ്പോൾ ആ വീടിന്റെ നികുതി 200 രൂപ 300 രൂപയൊക്കെ ഉണ്ടാകും. ആ നികുതി നിങ്ങൾ അടക്കും. അതെന്താണ്? അത് ടാക്സ് റവന്യൂ ആണ്. അതായത് കെട്ടിട നികുതി എന്താണ്? ടാക്സ് റവന്യൂ ആണ്. അതേ ഓഫീസിൽ തന്നെ നിങ്ങൾ അടച്ചിട്ടുള്ള ഈ നേരത്തെ അടച്ച 120 രൂപ എന്താണ്? അത് നോൺ ടാക്സ് റവന്യൂ ആണ്. മനസ്സിലായിട്ടുണ്ടാവും വിചാരിക്കുന്നു. ഒരുപാട് എക്സാമ്പിളുകൾ നമുക്ക് പഠിക്കാറുണ്ട് ടാക്സ് റവന്യൂ ആയിട്ട് ബന്ധപ്പെട്ട്, അത് പഠിക്കുമ്പോൾ കൂടുതൽ ക്ലിയർ ആവും. അപ്പോൾ ടാക്സ് റവന്യൂ എന്താണ്, നോൺ ടാക്സ് റവന്യൂ എന്താണ് എന്നുള്ളതിനെ കുറിച്ച് ചെറിയൊരു ധാരണ നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ഇനി സർക്കാരിന്റെ പ്രാഥമിക വരുമാനം എന്ന് പറയുന്നത് എന്താണ്? ടാക്സ് റവന്യൂ ആണ്. ടാക്സ് റവന്യൂ ഇസ് ദ പ്രൈമറി സോഴ്സ് ഓഫ് ഇൻകം ഫോർ ദ ഗവൺമെന്റ് ആൻഡ് ഈസ് യൂസ്ഡ് ടു ഫണ്ട് സോഷ്യൽ പ്രോഗ്രാംസ്, എസ്റ്റാബ്ലിഷ് ഇൻഫ്രാസ്ട്രക്ചർ. നമ്മൾ പറഞ്ഞു എന്തിനു വേണ്ടിയാണ് ഈ ടാക്സ് അല്ലെങ്കിൽ നികുതിയേതര വരുമാനങ്ങളൊക്കെ സർക്കാർ സ്വീകരിക്കുന്നത്? ഈ വികസന പ്രവർത്തനങ്ങൾ അടക്കമുള്ള മറ്റു ഗവൺമെന്റിന്റെ വിവിധ സേവനങ്ങൾ ജനങ്ങൾക്ക് ലഭ്യമാക്കുന്നതിന് ഫണ്ട് ആവശ്യമുണ്ട് അല്ലെ. ആ ഫണ്ടുള്ള ആവശ്യമുള്ള ഫണ്ട് കണ്ടെത്തുക എന്നുള്ളതാണ് ഈ ഒരു ടാക്സ് റവന്യൂ ആണെങ്കിലും നോൺ ടാക്സ് റവന്യൂ ആണെങ്കിലും സർക്കാർ നമ്മളിൽ നിന്ന് ഇൻകം റവന്യൂ ഈടാക്കുന്നതിനുള്ള കാരണം എന്ന് പറയുന്നത്. ഇനി ടാക്സ് റവന്യൂ തന്നെ നമുക്ക് രണ്ടായിട്ട് തിരിക്കാം. ഡയറക്റ്റ് ടാക്സ് എന്നും ഇൻഡയറക്റ്റ് ടാക്സ് എന്നും. എന്താണ് ഡയറക്റ്റ് ടാക്സ്, ഇൻഡയറക്റ്റ് ടാക്സ്? എന്താണ് ഡയറക്റ്റ് ടാക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ഡയറക്റ്റ് ടാക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ടാക്സ് ആയിട്ട് തന്നെ അടക്കും. ചിലപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ബിൽഡിംഗ് ടാക്സ് നമ്മൾ ടാക്സ് ആയിട്ട് തന്നെ അടച്ചതാണ്. നമ്മളുടെ ഒരുപക്ഷെ നമ്മൾ ടാക്സ് അടക്കാനായിട്ട് പോകുന്നതായിരിക്കും, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു കാര്യത്തിന് പോയപ്പോൾ നമ്മൾ അടക്കുന്നത് ടാക്സ് ആയിട്ട് തന്നെയാണ്. ഇനി ഇൻകം ടാക്സ് ആണെങ്കിലും ലാൻഡ് ടാക്സ് ആണെങ്കിലും ഒക്കെ നമ്മൾ ടാക്സ് ആയിട്ട് തന്നെ അടക്കും. അതിനെയാണ് ഡയറക്റ്റ് ടാക്സ് എന്ന് പറയാം. എന്നാൽ എന്താണ് ഇൻഡയറക്റ്റ് ടാക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? നമ്മൾ ഒരു പ്രൊഡക്റ്റ് വാങ്ങുമ്പോൾ, പെട്രോൾ നമ്മൾ പെട്രോൾ അടിക്കുന്നു, വണ്ടിയിൽ പെട്രോൾ അടിക്കുമ്പോൾ നമ്മൾ 100 രൂപക്ക് പെട്രോൾ അടിക്കുന്നുണ്ട്. നമ്മൾ ടാക്സ് വേറെ, പെട്രോളിന്റെ പൈസ വേറെ ഒന്നും കൊടുക്കുന്നില്ല. നമ്മൾ പെട്രോളിന്റെ ക്യാഷാണ് കൊടുക്കുന്നത്. 100 രൂപ പെട്രോളിന് കൊടുത്തു, ആ 100 രൂപ അവർ വാങ്ങി വെച്ചു. നമ്മൾ കൊടുത്തതെന്നാണ് പെട്രോളിന്റെ വിലയാണ്. പക്ഷേ പെട്രോളിന്റെ വിലയിൽ എന്തുണ്ട്? ഈ പെട്രോളിന് സ്റ്റേറ്റ് ഗവൺമെന്റിനും കേന്ദ്ര ഗവൺമെന്റിനും കൊടുക്കാനുള്ള ടാക്സ് കൂടി അതിൽ ഇൻക്ലൂഡഡ് ആണ്. പക്ഷെ നമ്മൾ ടാക്സ് സെപ്പറേറ്റ് ആയിട്ട് അടക്കുന്നുണ്ടോ? ഇല്ല. നമ്മൾ ഈ വസ്തുവിന്റെ വിലയാണ് കൊടുക്കുന്നത്. ഇനി ഒരു പെട്രോളിന്റെ കാര്യം മാത്രമല്ല, നമ്മളൊരു വണ്ടി വാങ്ങുകയാണെങ്കിൽ, മറ്റു എന്തെങ്കിലും പ്രോഡക്റ്റ് നമ്മൾ വാങ്ങുകയാണെങ്കിൽ, നമ്മളിപ്പോൾ ഒരു എന്തെങ്കിലും ഒരു പാക്ക്ഡ് പ്രോഡക്റ്റ് ഒക്കെ വാങ്ങുകയാണെങ്കിൽ അതിന്റെ MRP നോക്കിയാൽ അറിയാം. മാക്സിമം റീറ്റെയിൽ പ്രൈസ് എന്ന് പറഞ്ഞിട്ട് RS എത്ര രൂപ എന്നുണ്ടാവും, ബ്രാക്കറ്റിൽ ഉണ്ടാവും. ഇൻക്ലൂസീവ് ഓഫ് ആൾ ടാക്സസ് അല്ലെ, നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. അതായത് എല്ലാ ടാക്സുകളും ഉൾപ്പെടെയാണ് ഈ എമൗണ്ട് എന്ന് പറയും. അവിടെ നിങ്ങൾ എന്തല്ല, ടാക്സ് സെപ്പറേറ്റ് ആയിട്ട് അടക്കുന്നില്ല. ടാക്സ് ഈ വസ്തുവിന്റെ വിലയാണ് നിങ്ങൾ കൊടുക്കുന്നത്. ആ വിലയിൽ എന്തുണ്ട്? ടാക്സ് കൂടി കാൽക്കുലേറ്റ് ചെയ്തിട്ടാണ് ആ വില നിർണ്ണയിച്ചിട്ടുള്ളത്. അപ്പൊ അതാണ് ഇൻഡയറക്റ്റ് ടാക്സ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ആദ്യം വരുമാനം എന്താന്ന് പഠിച്ചു. വരുമാനം 2 തരം ഉണ്ടെന്ന് പഠിച്ചു. നികുതി വരുമാനം, നികുതിയേതര വരുമാനം. അത് നമ്മൾ എക്സാമ്പിൾസ് ഒക്കെ പറഞ്ഞു കഴിഞ്ഞു. അത് നിങ്ങൾ മനസ്സിലായിട്ടുണ്ടാവും വിചാരിക്കുന്നു. ഇനി നികുതി വരുമാനം തന്നെ എന്ത് ചെയ്തു? 2ആയിട്ട് ഡിവൈഡ് ചെയ്തു. എന്തൊക്കെ? ഡയറക്റ്റ് ടാക്സ് എന്നും ഇൻഡയറക്റ്റ് ടാക്സ് എന്നും അല്ലെ. എന്താണ് ഡയറക്റ്റ് ടാക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? നമ്മൾ ടാക്സ് ആയിട്ട് തന്നെ നേരിട്ട് അടക്കുന്നതിനെ ഡയറക്റ്റ് ടാക്സ് എന്ന് പറയും. നമ്മൾ ഇൻകം ടാക്സ് ആണെങ്കിൽ, പ്രോപ്പർട്ടി ടാക്സ് ആണെങ്കിൽ, പ്രൊവിഷണൽ ടാക്സ് ആണെങ്കിൽ ഒക്കെ എന്താണ്? ഡയറക്റ്റ് ടാക്സ് ആണ്. അത് നമ്മൾ ടാക്സ് ആയിട്ട് തന്നെ അടക്കുന്നതാണ്.
എന്നാൽ നമ്മളൊരു പ്രോഡക്റ്റ് വാങ്ങുമ്പോൾ ആ പ്രോഡക്റ്റിന്റെ വിലയിൽ ടാക്സ് കൂടി ഇൻക്ലൂഡഡ് ആയിട്ടുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ ഇൻഡയറക്റ്റ് ടാക്സ് എന്ന് പറയുന്നത്. നമ്മൾ നേരിട്ട് ടാക്സ് ആയിട്ട് അടക്കുകയല്ല, ഇൻഡയറക്റ്റ് ആയിട്ട് നമ്മളൊരു പ്രോഡക്റ്റ് വാങ്ങുമ്പോൾ അല്ലെങ്കിൽ ഒരു സർവീസ്, ഒരു സേവനം നമ്മൾ സ്വീകരിക്കുമ്പോൾ ആ സേവനത്തിന് പ്രതിഫലം നമ്മൾ കൊടുക്കുന്നു. പക്ഷെ ആ പ്രതിഫലത്തിൽ എന്തുകൂടി ഇൻക്ലൂഡഡ് ആണ്? ടാക്സ് കൂടി ഇൻക്ലൂഡഡ് ആണ്. അതിനാണ് ഇൻഡയറക്റ്റ് ടാക്സ് എന്ന് പറയുക. ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പൊ ഈ നികുതിയേതര വരുമാനങ്ങളും വേണം. പിന്നെ അപ്പോഴേ സർക്കാരിന് നൽകാൻ കഴിയുള്ളൂ. നികുതി കൊണ്ട് മാത്രം സർക്കാരിന് നൽകാൻ കഴിയില്ല. അതുകൊണ്ട് നികുതിയേതര വരുമാനങ്ങൾ പലതരത്തിലും നികുതിയേതര വരുമാനങ്ങളും ഉണ്ട്. കൂടുതൽ എക്സാമ്പിളും ഒക്കെ നമുക്ക് പിന്നീട് പഠിക്കാം. നമ്മൾ തൽക്കാലം ഇപ്പൊ ഈ ഒരു ഫാക്ട് ഒന്ന് മനസ്സിലാക്കി വെക്കുക. എന്താണ് വരുമാനമെന്നും വരുമാനത്തെ നികുതി വരുമാനമെന്നും നികുതിയേതര വരുമാനമെന്നും തിരിക്കുമെന്നും നികുതി വരുമാനത്തെ തന്നെ നമ്മൾ എന്തായിട്ട് തിരിക്കുന്നുണ്ട്? ഡയറക്റ്റ് ടാക്സ് ആൻഡ് ഇൻഡയറക്റ്റ് ടാക്സ് എന്നിങ്ങനെ രണ്ടായിട്ട് തിരിക്കുന്നുണ്ട് അല്ലെ. അതൊക്കെ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ടാകുന്ന വിചാരിക്കുന്നു. ഈ ഒരു ഭാഗത്ത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ പഠിക്കേണ്ട ഒരു സംഗതിയാണ് GST എന്ന് പറയുന്നത്. GST ഒരു വൈഡ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. അതുകൊണ്ട് നമ്മളൊരു പ്രത്യേക ഒരു ക്ലാസ് കൊണ്ട് തന്നെ അത് പഠിക്കാം. GST എന്താണ് എന്നും എന്ന് മുതലാണ് അത് വന്നിട്ടുള്ളത് എന്നും അതിന്റെ GST കൗൺസിലിനെ കുറിച്ചിട്ടും അതിന്റെ കാര്യങ്ങളൊക്കെ നമുക്ക് പഠിക്കാനുണ്ട്. ഈ GST സത്യത്തിൽ എന്താണ്? ഡയറക്റ്റ് ടാക്സ് ആണോ ഇൻഡയറക്റ്റ് ടാക്സ് ആണോ? നമ്മളിപ്പോൾ പറഞ്ഞത് തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും. അതൊരു ഇൻഡയറക്റ്റ് ടാക്സ് ആണ് അല്ലെ. GST എന്താണ്? ഡയറക്റ്റ് ടാക്സ് അല്ല. നമ്മൾ GST ആയിട്ട് പോയിട്ട് അടക്കാറല്ല. നമ്മളിപ്പോ ഒരു വില അടക്കും. അപ്പൊ വിലയുടെ ബില്ല് നോക്കി കഴിഞ്ഞാൽ അത് കാണാം, അതിൽ ഇത്ര രൂപയാണ് ഇതിന്റെ വില, ഇത്ര രൂപയാണ് GST എന്നൊക്കെ കാണാം. സത്യത്തിൽ ഇത് എന്തല്ല, നമ്മൾ ടാക്സ് മാത്രം വേറെ അടക്കുകയാണോ? അല്ല. നമ്മൾ ഒരു ഉപഭോക്താവ് ഒരു പ്രോഡക്റ്റ് വാങ്ങുകയാണെങ്കിൽ, ഒരു സേവനം വാങ്ങുകയാണ്, ആ സേവനത്തിന്റെ വിലയോട് കൂടി അല്ലെങ്കിൽ ഒരു ആ സാധനത്തിന്റെ വിലയോട് കൂടി നമ്മൾ ആ ടാക്സ് കൂടി ഇൻക്ലൂഡഡ് ആയിട്ടാണ് കൊടുക്കുന്നത്. GST കൂടി കൂട്ടിയിട്ടാണ് കൊടുക്കുന്നത്. അപ്പൊ GST എന്താണ്? അതൊരു ഇൻഡയറക്റ്റ് ടാക്സ് ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ പ്രോപ്പർട്ടി ടാക്സ് അഥവാ കെട്ടിട നികുതി, അതേപോലെ ലാൻഡ് ടാക്സ്, പ്രൊഫഷണൽ ടാക്സ് ഒക്കെ എന്താണ്? ഡയറക്റ്റ് ടാക്സുകളാണ്. ടാക്സ് ആയിട്ട് തന്നെ അടക്കുന്നതാണ്. അപ്പൊ ഈ രീതിയിലാണ് കൂടുതലും ആ ഭാഗത്ത് നിന്ന് നേരത്തെ ചോദ്യം വന്നിട്ടുള്ളത്. ഇങ്ങനെ ഒരു സ്പെഷ്യൽ ടോപ്പിക് ആയിട്ട് എടുത്തു പറഞ്ഞിട്ടൊന്നുമില്ല ഇതുവരെ സിലബസിൽ. പക്ഷേ ഇപ്പൊ ആദ്യമായിട്ടാണ് ഇത് എടുത്തു പറയുന്നത്. അതുകൊണ്ട് തന്നെ ആഴത്തിൽ ചോദ്യങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാം. നേരത്തെ ചോദ്യം ചോദിച്ചിരുന്നത് ഇത് ഡയറക്റ്റ് ടാക്സ് ആണോ ഇൻഡയറക്റ്റ് ടാക്സ് ആണോ എന്നുള്ള എക്സാമ്പിളുകളൊക്കെ വെച്ചിട്ടാണ് ചോദ്യങ്ങൾ വരാറുള്ളത്. പിന്നെ സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ വരുമാനം ഏതാണ്, കേന്ദ്ര ഗവൺമെന്റിന്റെ വരുമാനം ഏതാണ്, അതേപോലെ പിന്നെ തദ്ദേശ സ്ഥാപനങ്ങളുടെ വരുമാനം ഏതാണ്, താഴെ പറയുന്ന വരുമാനങ്ങളിൽ സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ വരുമാനം ഏത്, കേന്ദ്ര ഗവൺമെന്റിന്റെ വരുമാനം ഏത്, അതേപോലെ തദ്ദേശ സ്ഥാപനങ്ങളുടെ വരുമാനം ഏത്, ആ രീതിയിലും ഈ ഭാഗത്തു നിന്ന് ചോദ്യം ഉണ്ടാകും.